Welcome to Garam Masala, the magic spices of cooking. വിഷുക്കട്ട. ഇന്ന് നമുക്ക് വിഷുക്കട്ട തയ്യാറാക്കിയെടുക്കാം. വിഷുവിന് മധ്യ കേരളത്തിൽ തയ്യാറാക്കിയെടുക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണിത്. ഇതിനു വേണ്ടി ഞാൻ 1 കപ്പ് ഉണക്കലരിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ 30 മിനിറ്റ് കുതിർത്തിയെടുക്കണം. അടുത്തതായി നമുക്ക് തേങ്ങയുടെ 2ാം പാൽ എടുക്കണം. 3 കപ്പ് പാലാണിത്. നമുക്കിതിനെ ഒരു പാനിലോട്ട് എടുക്കാം. ഈ പാൽ തിളച്ചു വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള ഉണക്കലരി ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റോളം വേവിച്ചെടുത്താൽ മതി. റൈസിലെ വെള്ളമെല്ലാം വറ്റി വരുന്നുണ്ട്. ഇത് ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ വീതം ചെറിയ ജീരകം, ചുക്ക്, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കണം. 1 കപ്പ് 1ാം പാലാണിത്. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. വെന്തു വരുന്ന സമയം കൊണ്ട് നമുക്കൊരു പ്ലേറ്റിനെ നെയ്യ് തടവിയെടുക്കാം. പ്ലേറ്റിൻ്റെ സൈഡെല്ലാം നന്നായി നെയ്യ് തടവിയെടുക്കണം. അടിഭാഗത്തായി നമുക്കൊരു വാഴയില വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ റൈസ് മിക്സ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് നല്ല സ്റ്റിക്കി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വിഷുക്കട്ടയുടെ പരുവം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പ്ലേറ്റിലോട്ട് മാറ്റാം. വാഴയില ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വിഷുക്കട്ടയ്ക്ക് വാഴയിലയുടെ നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരിക്കും. നമുക്കിതിനെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇതിനെ നമുക്ക് തണുപ്പിച്ചെടുക്കണം. തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള സൈഡ് ഡിഷ് തയ്യാറാക്കിയെടുക്കാം. ഇതിനുവേണ്ടി 1 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്കൊരു സോസ് പാനിലോട്ട് എടുക്കാം. ഇതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ശർക്കരയെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കാം. നമ്മുടെ ശർക്കര പാനി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ശർക്കര പാനി ഒരുപാട് തിക്കാകരുത്. ഇപ്പോൾ നമ്മുടെ വിഷുക്കട്ട നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മുറിച്ചെടുക്കാം. ഇതിനെ നമുക്ക് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. നമുക്ക് വാഴയിലൊന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് സ്ക്വയർ പീസുകളാക്കി മുറിച്ചെടുക്കാം. നമ്മുടെ വിഷുക്കട്ടയും സൈഡ് ഡിഷായ ശർക്കര പാനിയും തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ഡെലീഷ്യസ് വിഷുക്കട്ട തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ശർക്കര പാനിയുടെ കൂടെ സെർവ് ചെയ്യാം. താങ്ക് യു.